നമസ്കാരം, ഇ ഡി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം. മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കാം. നമ്മൾ വിചാരിച്ചതിനേക്കാളും മികച്ചൊരു പെർഫോമൻസ് ഇന്ന് വിപണിക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. CPI കണക്കുകൾ വലിയ തോതിൽ നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ ഒരു പിന്തുണ നൽകിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഇൻട്രാഡേയിൽ 25,245 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് പോകാൻ നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. നിലവിൽ 25,187 എന്നൊരു റേഞ്ചിൽ ഇന്നൊരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ സെഷനുകൾ ഉണ്ടായിരുന്ന ആ ഒരു വീക്ക്നെസ് നമുക്കിന്ന് കാണുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് എടുത്ത് പറയേണ്ടത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ബ്രോഡർ മാർക്കറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ ഇന്ന് പച്ചയിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് 25,350 എന്നുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ല, 300 എന്നുള്ള ലെവലും ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ 25,300, 25,350 എന്ന റേഞ്ചിൽ നമുക്ക് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡൗൺ സൈഡിലോട്ട് വരുമ്പോൾ 25,088 ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത്. 25,000 അനലിസ്റ്റുകളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളതാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 24,900, 24,800 എന്നൊരു ലെവലിലായിരിക്കും നെക്സ്റ്റ് സപ്പോർട്ട് ഉണ്ടാവുക. സോ 25,000 എന്നുള്ള ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. 25,300 എന്നുള്ളൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നിഫ്റ്റിയുടെ നിലവിലെ ആ ഒരു ബെയറിഷ്നെസ് മാറുന്നുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു പ്രകടനം മുന്നോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഇനി നമുക്ക് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. ക്ലോസിംഗ് ബേസിസിൽ 25,331 എന്നൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ മാത്രമാണ് ഒരു മാറ്റം നമുക്ക് സൂചികയിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് 25,200 എന്നുള്ള ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി നമുക്ക് പതിവ് പോലെ ബ്രോക്കറേജിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികൾ നോക്കാം. HCL ടെക്കിൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. HCL ടെക്കിൽ ജെഫറീസ് ഇപ്പോൾ ബൈ എന്നൊരു ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട്. 1,850 രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി മോർണിംഗ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഗൈഡൻസ് അത്ര തന്നെ ഇംപ്രസീവ് ആയിരുന്നില്ല. മാർജിൻ ഗൈഡൻസ് ഒക്കെ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എസ്റ്റിമേഷനൊക്കെ തന്നെ ഇവർ കുറച്ചിട്ടുണ്ട്, ബ്രോക്കറേജുകൾ കുറച്ചിട്ടുണ്ട്. ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു സമീപനമാണ് HCL ടെക്കിൽ നമുക്ക് കാണുന്നത്. സിറ്റി HCL ടെക്കിന് ന്യൂട്രൽ എന്ന സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത്. 1,650 രൂപ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിട്ടുണ്ട്. CLSA HCL ടെക്കിന് 1,867 രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഔട്ട് പെർഫോമൻസ് എന്നൊരു സ്റ്റാൻസ് ആണ് CLSA നൽകിയിരിക്കുന്നത്. മാർജിൻസ് ഒക്കെ വീക്കായിട്ട് നിൽക്കുന്നതിനാൽ തന്നെ അവർ മുന്നോട്ടേക്ക് വരും വർഷങ്ങളിൽ ബ്രോക്കറേജ് നൽകുന്ന എസ്റ്റിമേഷൻ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും കമ്പനിയെ സംബന്ധിച്ചൊരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നുവാമ HCL ടെക്കിന് ഹോൾഡ് എന്നുള്ള ഒരു സ്റ്റാൻസിലോട്ട് ഡൗൺഗ്രേഡ് ചെയ്തു. 1,630 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അതായത് 1,630 രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യലാണ് ഓഹരിക്കുള്ളത് എന്ന് നുവാമ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ നോമുറ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട്. 1,810 രൂപയിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിക്സ്ഡ് ആയിട്ടുള്ളൊരു റവന്യൂ ബീറ്റും ഒപ്പം തന്നെ മാർജിൻ ഒക്കെ തന്നെ ഒരു പ്രതീക്ഷിച്ചത്ര ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നോമുറയും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ 2027 കൂടിയിട്ട് ഇതിൽ മാറ്റം ഉണ്ടായേക്കാം എന്നുള്ളൊരു ലോങ് ടേം വ്യൂ പങ്കുവെച്ചുകൊണ്ടാണ് നോമുറ HCL ടെക്കിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത്. സോ നോമുറ 1,810 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത്. ഇനി ടാറ്റ ടെക്നോളജീസിന് ഭൂരിഭാഗം അനലിസ്റ്റുകളും ഇപ്പോൾ സെൽ എന്നൊരു റേറ്റിംഗ് നൽകിയിരിക്കുകയാണ്. കാരണം അവരുടെ നമ്പേഴ്സ് ഒരു ഇംപ്രസീവ് ആയിരുന്നില്ല. വരുമാനം കുറഞ്ഞിട്ടുണ്ട്. മാർജിൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും താഴെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഭൂരിഭാഗം ബ്രോക്കറേജുകളും ഇപ്പോൾ ഈ ഒരു ഓഹരിന്മേൽ സെൽ എന്നൊരു ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നുണ്ട്. അതായത് ഓൾറെഡി പൊസിഷനുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ അത് സെല്ല് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. ഏതൊക്കെ ബ്രോക്കറേജുകളാണ് പറയുന്നത് നോക്കാം. JP മോർഗൻ അണ്ടർവെയ്റ്റ് എന്ന സ്റ്റാൻസ് നൽകുന്നു. 570 രൂപയിലേക്ക് എത്തുമെന്നാണ് കണക്കാക്കുന്നത്. ഗോൾഡ്മാൻ സാക്സ് സെൽ എന്നൊരു റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. 560 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് നൽകുന്നത്. സിറ്റി സെൽ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 450 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ICICI സെക്യൂരിറ്റീസ് സെൽ എന്നൊരു റേറ്റിംഗ് ആണ് നൽകുന്നത്. 510 രൂപയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ICICI സെക്യൂരിറ്റീസും പ്രതീക്ഷിക്കുന്നത്. 17 അനലിസ്റ്റുകളിൽ 12 അനലിസ്റ്റുകളും ഇപ്പോൾ സെൽ എന്ന റെക്കമെൻഡേഷനാണ് നൽകുന്നത്. 3 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷനും 2 അനലിസ്റ്റുകൾ മാത്രമാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവും ടാറ്റ ടെക്നോളജീസ് എന്ന ഓഹരിക്ക് നൽകിയിരിക്കുന്നത്. അതായത് 70% അനലിസ്റ്റുകളും ടാറ്റ ടെക്നോളജീസ് എന്ന ഓഹരിയിന്മേൽ വലിയ പൊട്ടൻഷ്യൽ കാണുന്നില്ല. ഓൾറെഡി കൈവശമുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ച് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴൊരു ഉചിതം എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി കല്യാൺ ജ്വല്ലേഴ്സിന് JM ഫിനാൻഷ്യൽ ഇപ്പോൾ ഒരു ഇനിഷ്യേറ്റീവ്
നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് 700 രൂപയാക്കിയിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു പൊട്ടൻഷ്യൽ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ബിസിനസ്സിൽ ഇപ്പോൾ അവർ കാണുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ സ്വർണ്ണ ബിസിനസ് നമുക്കറിയാം, ഗ്ലോബലി ഗോൾഡിൻ്റെ ഒരു ഡിമാൻഡ് കൂടുന്നൊരു സാഹചര്യമാണ്. വിലയിൽ നമുക്ക് നല്ലൊരു വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ച് അത് മുന്നോട്ടേക്ക് വരും ക്വാർട്ടേഴ്സിലൊക്കെ തന്നെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അവർ വളരെ സ്ട്രോങ് ബ്രാൻഡ് പ്രസൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ കൂടുതൽ സക്സസ് ആവുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് വശം ഇപ്പോൾ JM ഫിനാൻഷ്യൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 700 രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു 12 മാസ കാലയളവിലേക്ക് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഓഹരികൾ നോക്കാം. അതിൽ മോത്തിലാൽ ഒസ്വാൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തുടർന്ന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 3000 രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി 2 ദിവസം മുന്നേ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ ഒരു MDയുടെ അല്ലെങ്കിൽ തലപ്പത്തുണ്ടായിരുന്നുള്ള ആ ഒരു മാറ്റം, ആദ്യമായിട്ടൊരു വനിത ഇപ്പോൾ അധികാരത്തിൽ ഏറിയിരിക്കുകയാണ്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ളൊരു മാറ്റം ഉണ്ടാകുന്നത്, ഈ ഒരു ലീഡർഷിപ്പ് ചേഞ്ച് സ്വാഭാവികമായിട്ടും ബിസിനസ്സിലും റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ ആണ് പങ്കുവച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത്. MK സുപ്രജിത്ത് എഞ്ചിനീയറിംഗ് എന്ന ഓഹരിക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. അടുത്തൊരു 12 മാസ കാലയളവിൽ 22% അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടായേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 550 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത്. ചോയ്സ് ബ്രോക്കിംഗ് TCSന്മേൽ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട്. TCSന്റെ ടാർഗറ്റ് പ്രൈസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ചോയ്സ് ബ്രോക്കിംഗ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് ആണ് നൽകുന്നത്. പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. 3950 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 20% അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ന്യൂവാമ ഹ്യുണ്ടായ് മോട്ടോഴ്സ് എന്നുള്ള സ്റ്റോക്കിന് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 2600 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഹ്യുണ്ടായ് മോട്ടോഴ്സിന് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. 23% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ന്യൂവാമ ഓഹരിക്ക് കാണുന്നത്. ഇത് അടുത്തൊരു 12 മാസ കാലയളവിലേക്ക് ആണ് ഈ സ്റ്റോക്കുകളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ 4 സ്റ്റോക്കും അടുത്തൊരു 12 മാസ കാലയളവിലേക്ക് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഓഹരികളാണ്. വിവിധ ബ്രോക്കറേജുകൾ നൽകിയിട്ടുള്ള സ്റ്റോക്കുകളാണ്. സോ നമ്മൾ ഈ സ്റ്റോക്കുകളൊക്കെ പഠിച്ചതിന് ശേഷം അനലിസ്റ്റുകളുടെ സഹായത്തോടു കൂടി മാത്രം പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.